ജീവിതത്തിലെ പരാജയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പരാജയങ്ങൾ. അപ്പം ഏതെങ്കിലും മേഖലയിൽ പരാജയപ്പെടാത്തതായിട്ട് ആരും ഇല്ല. തോൽവി എന്ന് പറഞ്ഞാലൊരു വേദനയാണ്, അല്ലേ? ചിലപ്പോൾ നമ്മുടെ പഠനത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. പരാജയങ്ങൾ വേദനയാണ്, എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ ഭയങ്കര പ്രയാസമുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എനിക്കൊരു കഴിവില്ല, എന്നെക്കൊണ്ടൊന്നിനെയും കൊള്ളില്ല, നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും, താരതമ്യപ്പെടുത്തും. എനിക്ക് പാടാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കഴിവില്ല, ആ കഴിവില്ല. അപ്പോൾ നാം ഒക്കെ അറിയാതെ കണ്ട് തന്നെ നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് വിഷമിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും, പ്രസിദ്ധരായ എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. പരാജയത്തിൻ്റെ വേദന അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ആദ്യ പിതാവിനെ തന്നെ എടുക്കുക, ആദാം വലിയൊരു പരാജയം ഉണ്ടായി, അല്ലേ? ആ പരാജയത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ആ പരാജയത്തിലേക്ക് വരുന്നത്. ആദാം പരാജയപ്പെട്ട ഒരാളാണ്. അബ്രഹാം വിശ്വാസികളുടെ വലിയ പിതാവാണ്, അബ്രഹാം പരാജയപ്പെട്ടു, തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. എനിക്ക് ബൈബിളിനെ കുറിച്ചുള്ള വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ബുക്കാണെന്ന് പറയുന്നറിയോ, സത്യസന്ധമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഒരാൾ. അതായത് ആളുകളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആ പരാജയങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, മറച്ചു വച്ചിട്ടില്ല. ആ അബ്രഹാം പരാജയപ്പെട്ട ഒരാളാണ്. ദാവീദ് പരാജയപ്പെട്ട ഒരാളാണ്, അല്ലേ? ദാവീദിൻ്റെ പരാജയമൊക്കെ നമുക്കറിയാമല്ലോ. മോശ പരാജയപ്പെട്ട ഒരാളാണ്, അല്ലേ? മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ, എത്ര ഒരു ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്. ഒരു വലിയ ജനസമൂഹത്തെ, അല്ലേ, 40 വർഷക്കാലം, അല്ലേ, കൊണ്ടുനടന്ന ആളാണ്. എത്ര ശക്തനായ ഒരു ലീഡറാണ്, അല്ലേ? അദ്ദേഹം പരാജയപ്പെട്ട ഒരാളാണ്. പുതിയ നിയമത്തിലേക്ക് വരുവാണെങ്കിൽ കർത്താവിൻ്റെ അരുമശിഷ്യനായ പത്രോസിനെ എടുത്തു കഴിഞ്ഞാൽ പത്രോസും പരാജയപ്പെട്ട ഒരാളാണ്, അല്ലേ? അപ്പോൾ പരാജയപ്പെടുക എന്നുള്ളത് ഒരു തരത്തിൽ വേറെ തരത്തിലൊക്കെ നമുക്കൊക്കെ അനുഭവമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന കാര്യം, ലോകത്തിലെ പ്രസിദ്ധരായ വലിയ ആളുകളായി തീർന്ന അവരൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പരാജയങ്ങൾ അനുഭവിച്ച ആളുകൾ ആണ്. ആ പരാജയത്തിൻ്റെ വേദന അനുഭവിച്ച ആളുകളാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ യൂത്തിനോടും ടീൻസിനോടൊക്കെ പറയാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായൊരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്, ഭയങ്കര മത്സരമാണ്, അല്ലേ? മത്സരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ ഒന്നും പരിഗണിക്കാതെയുള്ള മത്സരമാണ്. എല്ലാ മേഖലയിലും മത്സരമാണ്. പണ്ടൊക്കെ നമ്മുടെ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറേ പേരൊക്കെ പരാജയപ്പെടും, കുറേ പേരൊക്കെ വിജയിക്കും, അങ്ങനെ ഇതായിട്ട്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര മത്സരമാണ്, അല്ലേ? അതുകൊണ്ട് എന്താണ്, ബോർഡ് വെക്കുകയാണ് എല്ലായിടത്തും, അല്ലേ? 10A+ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാണ്. അപ്പോൾ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10A+ ബോർഡ് വെച്ചിട്ട് നമ്മളതിലെ പോവുക, നമുക്ക് അന്നേരം A+ ഉള്ളെങ്കിലോ? ഞാൻ പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനാണ്, അല്ലേ? നമുക്കറിയാം, ഇപ്പം ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നുണ്ട്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ
നീറ്റിൻ്റെ പരീക്ഷ അതിൽ പിന്നെ എൻട്രൻസ് എഴുതി, ആദ്യം എഴുതി, രണ്ടാമത്തേന് പരാജയപ്പെട്ടു, മൂന്നാമത്തേന് പരാജയപ്പെട്ട് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? സൂയിസൈഡ് ചെയ്യുക ഇല്ലേ? എത്ര പേരാണ് ചെയ്യുന്നത്? പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൻട്രൻസിന് കിട്ടിയില്ല എങ്കിൽ, ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടിയില്ല എങ്കിൽ, ശരിയാണ് സമൂഹത്തിന് സമ്മർദ്ദമുണ്ട്, മാതാപിതാക്കളുടെ സമ്മർദ്ദമുണ്ട് ഇല്ലേ, അവരെല്ലാം കമ്പാരിസൺ ഇല്ലേ, അവൻ അത്രയും കിട്ടി നിൻ്റെ ക്ലാസ്സിലല്ലേ, അല്ല നമ്മളോട് ചോദിക്കും നിൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് എത്ര മാർക്കുണ്ട് എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളിൽ എന്തായി നമ്മൾ കാണുന്നത്? സമ്മർദ്ദങ്ങളിൽ കാണുന്നത് പ്രതീക്ഷയ്ക്കനുസരിച്ച് നടക്കാത്തപ്പം ഭയങ്കര മാരകമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് അല്ലേ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ ഈ ടീൻസിൻ്റെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ പിന്നെന്താണ് സൂയിസൈഡ് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുക അല്ലേ. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഒരു എൻട്രൻസിന് ഇത് കിട്ടിയില്ല, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം അല്ലേ. ആ നിലയിലാണ് ഇന്ന് അല്ലേ. അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല, ഉദ്ദേശിച്ച ഇത് കിട്ടിയില്ല, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പരാജയങ്ങളെ ഏറ്റുവാങ്ങാനായിട്ട് പറ്റില്ല. പിന്നെ തന്നെയല്ല, ഓരോ തലമുറയ്ക്ക് ആ തലമുറയുടേതായ പ്രത്യേകതയുണ്ട്. ഞങ്ങളൊക്കെ വളർന്നു ഉള്ള ആ കാലഘട്ടത്തിൽ അധ്യാപകരൊക്കെ നല്ലപോലെ അടി തന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത്, എനിക്ക് മാത്സ് വളരെ പൂവറായിട്ടുള്ള ഒരാളാണ്. എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാര്യ മാത്സിന് ടോപ്പാണ്, അതുപോലെ മക്കളും മാത്സിന് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മാത്സിന് വളരെ പൂറാണ്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് കണക്ക് തെറ്റിപ്പോയി. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു LP സ്കൂളാണ്. ആ LP സ്കൂളിൻ്റെ ആ കണക്ക് തെറ്റിയതിന് അധ്യാപകൻ തന്ന ശിക്ഷ എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മുട്ടയിൽ ആ സ്കൂളിൻ്റെ 4 ക്ലാസ്സുള്ളൊരു കെട്ടിടമാണ്. ആ മുട്ടയിൽ ആ സ്കൂള് വലിയണം. ഞാൻ മുട്ട വലിഞ്ഞ് പോയി പുറത്ത് വന്നു. മുട്ടയിലെ തൊലി മുഴുവൻ പോയി, കണക്ക് തെറ്റി. അന്ന് അതോടുകൂടി കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് കഴിഞ്ഞ് ഞാൻ ഈ MSW പഠിക്കാനകത്ത് അതിനകത്ത് ഈ കുറച്ച് മാത്സ് ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ പിന്നെ വളരെ ശിക്ഷ അധ്യാപകരൊക്കെ നല്ലപോലെ അടിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാവോ? പറയത്തില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് അപ്സെറ്റ് ആകില്ല. കാരണം നല്ല തിരിച്ചടികളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെയല്ല. ഇന്ന് പറയാമല്ലോ, പിന്നെ ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വലിയ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളാണ്. അവിടെ വെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ എല്ലാം നോക്കി, വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തങ്ങളെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടോയെന്ന് ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് ക്ലാസ് എടുക്കുമ്പോഴായാലും നമുക്ക് വളരെ ശ്രദ്ധിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ പറയുന്ന കാര്യം ആ സ്റ്റുഡൻറ്റിന് ഫീൽ ചെയ്തിട്ട് അവൻ എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കമുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഇന്ന് നാം വളർന്നു വരുന്നത്. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒന്നാമതായി എത്താനായിട്ടുള്ളതായ ഒരു വലിയ പരിശ്രമത്തിലാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ചെറിയ പരാജയങ്ങൾ എന്ത് പറ്റുമെന്നറിയാവോ? നമുക്ക് ഭയങ്കര വേദനയാണ്. എനിക്ക് ഓർക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ചപ്പോൾ വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചത്, തികച്ചും വ്യത്യസ്തരായിട്ടാണ്. എനിക്ക് വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്.
എനിക്ക് ഭയങ്കര പ്രയാസമുള്ളതായിട്ടുണ്ട്. പക്ഷെ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യം, ദൈവം ലോകത്തിൽ എന്നെപ്പോലെ വേറെ ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല. യുണീക്ക് പേഴ്സണാണ്. എന്നെപ്പോലെ ഒരു വ്യക്തി എത്ര 600 കോടി ജനങ്ങളുള്ളതിൽ എന്നെപ്പോലൊരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഐ ആം യുണീക്ക് പേഴ്സൺ. ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞറിയോ, നിങ്ങളെപ്പോലെ ലോകത്ത് ഈവൻ ഐഡൻറ്റിറ്റി ട്വിൻസ് ഉണ്ടെങ്കിൽ പോലും അതിലും എത്ര വ്യത്യസ്തമാണ്. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മെപ്പോലെ തന്നെ ലോകത്ത് വേറെ ആരുമില്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ വേറൊരാളില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറൊരാളോട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? കാരണം ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നെപ്പോലെ വേറെ ആരും സൃഷ്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ കൊള്ളാം, എന്നെപ്പോലെ തന്നെ അതേ കഴിവും സാധ്യതയും അങ്ങനെയൊക്കെ ഉള്ളതായ ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തു പറയാം? അയ്യോ, അവൻ അത് ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് കമ്പയർ ചെയ്യാൻ പറ്റിയല്ല. കാരണം എന്താണെന്നറിയാമോ? എന്നെപ്പോലെ വേറെ ലോകത്താരും ഇല്ല. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? നമ്മുടെ വില എവിടെയാണ്? കാരണം എന്തറിയാമോ? നിങ്ങളെപ്പോലെ ലോകത്ത് വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ, പിന്നെ അയ്യോ അവർക്കതുണ്ട്, പിന്നെ എനിക്കതില്ല, കമ്പാരിസൻ്റെ ആവശ്യമില്ല. അത് യാഥാർത്ഥ്യമല്ല. കാരണം നമ്മൾ തികച്ചും വ്യത്യസ്തരാണ്, അല്ലേ? അപ്പം ഞാൻ ഈ പരാജയങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലോകത്തിലെ വലിയവരായി തീർന്ന ആളുകളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ എബ്രഹാം ലിങ്കൻ്റെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാണ്, അല്ലേ? 1832 തനിക്കുണ്ടായിരുന്ന ജോലി തനിക്ക് നഷ്ടപ്പെട്ടു. 1832 താൻ ആദ്യം ഒരു മത്സരത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക്, സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലേക്ക് മത്സരിച്ചു. അതിൽ പരാജയപ്പെട്ടു. 1833 ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 1836 പിന്നെ തനിക്ക് മാരകമായ ശാരീരിക പ്രശ്നം, നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി. 1838 പിന്നെ അദ്ദേഹം ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ടു. 1843 അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. 1849 ഒരു ലാൻഡ് ഓഫീസർ എന്ന നിലയിലുണ്ടായിരുന്ന തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, പരാജയപ്പെട്ടു. 1854 സെനറ്റിലേക്ക് പരാജയപ്പെട്ടു. 1856 അദ്ദേഹം വൈസ് പ്രസിഡൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. 1858 സെനറ്റിലേക്ക് വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ടു. 1860 പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലേ? ഈ വ്യക്തിയെക്കുറിച്ച് ലോകത്തിൽ 18,000-ത്തിലധികം പുസ്തകങ്ങൾ, പ്രസിദ്ധമായ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് എബ്രഹാം ലിങ്കനെക്കുറിച്ച്, അല്ലേ? അപ്പോൾ എത്ര പരാജയങ്ങളാണെന്നറിയാവോ? നമുക്കതിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എബ്രഹാം ലിങ്കൻ ഒരു വലിയ ധനിക കുടുംബത്തിൽ ജനിച്ചൊന്നുമല്ല. വെറും സാധാരണക്കാരനായ ഒരാൾ ജനിച്ച് വളർന്ന് 1860 അമേരിക്കയുടെ പ്രസിഡൻ്റായി. ഇന്നും അമേരിക്കയുടെ പിന്നെ നല്ല പ്രസിഡന്റുമാരിൽ പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? എബ്രഹാം ലിങ്കനെക്കുറിച്ചാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ എത്ര പരാജയം. നമ്മളാണല്ലോ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല, ഇല്ലേ? അപ്പോൾ ഒരു പരാജയങ്ങളും ആത്യന്തികം അല്ല എന്നുള്ള കാര്യം, അല്ലേ? നമുക്ക് ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ അനുസരണക്കേട് കൊണ്ടായിരിക്കും. ചില പരാജയങ്ങൾ നമ്മുടെ അനുസരണക്കേട് കൊണ്ടാകാം. ചില പരാജയങ്ങൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ചില പരാജയങ്ങൾ, അയ്യോ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നോർത്ത് അങ്ങനത്തെ പരാജയങ്ങൾ വരാം, ഇല്ലേ? ചില പരാജയങ്ങൾ നമ്മുടെ മാനുഷികമായ പരിമിതിയുണ്ട്. മനുഷ്യരെന്ന നിലയിൽ നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ, ആ പരിമിതികൾ കൊണ്ട് ആയിരിക്കാം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? എന്നാൽ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ പരാജയങ്ങളൊന്നും ആത്യന്തികമല്ല. അപ്പം നമുക്ക് എങ്ങനെ ഈ പരാജയങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ഒരു വേദഭാഗം വായിക്കാം. മീഖയുടെ പ്രവചനം 7:7. ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, നമ്മുടെ ഒരു പരാജയങ്ങളും ആത്യന്തികമായിട്ടുള്ള പരാജയങ്ങളല്ല. ആ പരാജയങ്ങളിൽ
വിജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട് അല്ലേ. ഞാൻ യഹോവയിലേക്ക് എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തി, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർക്കുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവമാണ്. ഈ മീഖ പറയുകയാണ്, ഞാൻ യഹോവയിലേക്ക് എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അല്ലേ. ദൈവം പ്രവർത്തിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല. ഒരു പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ചില മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കും, പക്ഷേ മറ്റു മേഖലകളിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇല്ലേ. ഏതെങ്കിലും ഒരു മേഖലയിൽ പരാജയപ്പെട്ടു എന്നോർത്തുകൊണ്ട് നമ്മൾ പരാജയമായിട്ട് തീരുന്നില്ല. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്, പക്ഷെ പാടാൻ അറിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കർണാടകത്തിൽ ഒരു കോളേജിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. ഞാനും എൻ്റെ വൈഫുണ്ട്, മോളിയും പറയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാട്ടിന് വളരെ പോറാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഒരു പാട്ടൊക്കെ പാടി, സാറിന് നമ്മുടെ രീതിയാണല്ലോ ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ റൂമിൽ ഒരു കുടുംബം താമസിക്കുക. അവർ നന്നായി പാട്ട് പാടുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പാട്ട് പാടി. അപ്പോൾ പിറ്റേ ദിവസം അവർ കണ്ടപ്പോൾ അവിടുത്തെ ആ ചേച്ചി നല്ല പാട്ട് പാടുന്നതാണ്. ആ ചേച്ചി പറഞ്ഞു, പിന്നെ ആ ചേച്ചി ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഒരു പാട്ടിന് പേര് പറഞ്ഞു, ആ പാട്ട് ഇങ്ങനെയും പാടാം അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്യൂണ് വേറൊരു ട്യൂണായിരുന്നു. ഞാൻ പറഞ്ഞു വന്നു, നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. നമുക്ക് വേറൊരാളായി തീരുവാനായിട്ടും കഴിയുകയില്ല. എന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന ചില മേഖലകൾ ഉണ്ട്. വ്യത്യസ്തരായി ചെയ്യാനായിട്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട്. കാരണം എന്താ പറയുക, ദൈവം നമ്മളെയൊക്കെ ഉണ്ടല്ലോ വ്യത്യസ്തരായി വ്യത്യസ്ത കഴിവുകളോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കമ്പാരിസൺ സാധിക്കില്ല എന്നുള്ള കാര്യം. നമുക്ക് താരതമ്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല ഇല്ലേ. നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ വിചാരിക്കുകയാണ്, പരീക്ഷയിൽ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു, അതിനർത്ഥം നമ്മൾ പരാജയമായി തീർന്നോണോ? അല്ല. ഒരു ജോലിയിൽ നമ്മൾ പരാജയപ്പെട്ടു, അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ പരാജയമായി തീർന്നു. അതേ പറഞ്ഞാൽ ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല. ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല. നമുക്ക് വിജയിക്കാൻ കഴിയുന്ന മേഖലകൾ ഉണ്ട്. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത്, നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള വിലയിരുത്തലുകൾ ശരിയാകണമെന്നില്ല. ആളുകൾ നമ്മളെക്കുറിച്ച് ഉള്ള വിലയിരുത്തലുകൾ ചില സന്ദർഭങ്ങളിൽ ഈവൻ നമ്മുടെ പേരൻസിന് പോലും അവരുടെയും വിലയിരുത്തലുകൾ ശരിയാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ചിലപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ, സാറിന് നമ്മുടെ പഴയ രീതിയാണല്ലോ, മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് കാരണന്മാരെന്ത് ചെയ്യും? ഇപ്പോൾ പറയുന്നത്, ഇവൻ ഒന്നും പഠിക്കുകയില്ലെന്ന് പറയും അല്ലേ, ഇവനൊരു മന്ദബുദ്ധിയാന്ന് പറയും അല്ലേ. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ അവരെന്തിനത് പറയുന്നറിയാവോ? കൂടുതൽ ഇല്ലേ, അവരെ കൂടുതൽ ഉത്സാഹിപ്പിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവനൊന്നും പഠിക്കുകയില്ല, മന്ദബുദ്ധിയാന്ന് പറയും ഇല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലേ. അപ്പോൾ നമ്മെക്കുറിച്ച് മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നത് ശരിയാകണമെന്നില്ല. അവരുടെ വിലയിരുത്തലുകളെല്ലാം തെറ്റിപ്പോകാം. ഉദാഹരണം പറഞ്ഞാൽ, ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഐൻസ്റ്റീൻ്റെ ടീച്ചർ പറഞ്ഞതെന്നറിയാമോ? ഇവനൊരു തികഞ്ഞ മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞു ഇല്ലേ. തികഞ്ഞ മന്ദബുദ്ധിയാണ് എന്ന് പറഞ്ഞ് ഇല്ലേ, ഇവനെ ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ ഇല്ലേ. ആ വ്യക്തിയാണ് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിട്ട് തീർന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ ശരിയാവണമെന്നില്ല. മറ്റുള്ളവരോ അധ്യാപകരോ നമ്മുടെ സ്നേഹിതരോ ഒക്കെ അവരുടെയൊക്കെ വിലയിരുത്തലുകൾ തെറ്റിപ്പോകാം. മാതാപിതാക്കളുടെ വിലയിരുത്തലുകൾ തെറ്റിപ്പോകാം.
ലോകത്തിൽ സാധാരണ എല്ലാവരും എഴുതി തള്ളിയ ചില മനുഷ്യരാണ് വലിയവരായി തീർന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ ശരിയാകണമെന്ന് നിർബന്ധം ഇല്ല എന്നുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് മറ്റൊരാളാകാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവം നമുക്ക് തന്ന സാധ്യതകളെ നാം കണ്ടെത്തുകയാണ് ആവശ്യമായിട്ട് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറയാം അല്ലേ. ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല. നമ്മൾ ചില കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടെന്നിരിക്കാനും അതിനർത്ഥം നമ്മുടെ ജീവിതം അതുകൊണ്ട് തീരുന്നില്ല അല്ലേ. ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല അല്ലേ. നമുക്ക് മറ്റൊരാളാകാനായിട്ട് പറ്റില്ല. നമ്മളെപ്പോലെ തന്നെ ലോകത്ത് വേറെ ആരുമില്ല. താരതമ്യം കൊണ്ട് ഒരിക്കലും നന്മ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ്. തന്നെയല്ല, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലേ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, വ്യത്യസ്തമായ കഴിവുകളും കൃപാവരങ്ങളും സാധ്യതകളും നൽകിയിട്ടുണ്ട്. ആ സാധ്യത മുഴുവൻ ഉപയോഗിക്കാനുള്ള എല്ലാ ഇതോടും കൂടിയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അത് ഒരു പരാജയവും നമുക്ക് സങ്കടപ്പെട്ട് പോകേണ്ടതായ ആവശ്യമില്ല. ലോകത്തിൽ സാധാരണ കണ്ടിട്ടുണ്ട്, ഇപ്പം ചില നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. പിന്നെ കൊച്ചിന് എന്നെ വളരെ സൈക്ക് ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു മോളേ ഉള്ളൂ. അപ്പനും അമ്മയും നല്ല ജോലിക്കാരും നല്ല ശമ്പളവും നല്ല ഇതൊക്കെ ആയിട്ട്. അപ്പോൾ കൊച്ചിന് പരിശോധനയിൽ ബ്ലഡ് ക്യാൻസറാണെന്ന് കണ്ടു. അവർ പറഞ്ഞു, ഇനി എന്തിനാണ് ജീവിക്കുന്നത്? അവരെന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു രോഗം വന്നാൽ, വാസ്തവത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, പിന്നെ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു എത്ര വലിയ നന്മയാണെന്നറിയാമോ? എത്ര വലിയ നന്മയാണെന്നറിയാം. നമുക്ക് പലപ്പോഴും എന്നാണെന്നറിയാമോ, നമ്മളൊക്കെ ഇങ്ങനെ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരായതുകൊണ്ട് അത്ര ഇതുകൊണ്ട് പോകുന്നില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്ന ഒരു വിശ്വാസം വേറെ ഒന്നും ഇല്ല. നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ ഒരു പരീക്ഷ തോറ്റു ചത്തു ഇല്ലേ, പിന്നെ ഒരു രോഗം വന്നു തകർന്നു ഇല്ലേ. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാളാണ്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരാളാണെങ്കിലുണ്ടോ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ട് സഹായിക്കും. കാരണം എന്നറിയാമോ, ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് ഇല്ലേ. എൻ്റെ ദൈവത്താൽ അത് സാധിക്കും എന്നുള്ള കാര്യം അല്ലേ. നമ്മൾ സാധാരണ എന്നറിയാമോ, ആളുകൾ ചിന്തിക്കാന്ന് വെച്ചാൽ ഈ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല കേട്ടോ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം അതാണ്, പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. അടുത്തായിട്ട് നമ്മുടെ ഈ ജീവിതത്തിലെ പരാജയങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് വരുന്ന കീപ്പ് ഓൺ ഇറ്റേണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ തിരിച്ചടികൾ, പരാജയങ്ങളെയൊക്കെ നാം നിത്യതയുടെ വെളിച്ചത്തിൽ വിലയിരുത്തണം. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 10, 70, 80 വർഷക്കാലം ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന ജീവിതമല്ല. നമുക്കൊരു നിത്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ വിലയിരുത്തുവാനായിട്ട് അല്ലേ. ആത്യന്തികമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളതല്ല അല്ലേ. നമുക്കൊരു നിത്യതയുണ്ട്. അപ്പോൾ നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നമുക്ക് കാര്യങ്ങളെ കാണാം. നമുക്ക് യെരമ്യാവിൻ്റെ പുസ്തകം 29:11 വായിക്കും. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇസ്രായേൽ മക്കൾ അടിമകളായിട്ട് പിടിച്ച് നെബൂഖദ്നേസർ വരെ പിടിച്ചുകൊണ്ടുപോയി. അവർ ബാബിലോണിൽ അടിമകളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടിമത്തത്തിലാണ്. സ്വന്തം വീടും സ്ഥലവും കാര്യങ്ങളെല്ലാം വിട്ടു അവരടിമത്തത്തിലാണ്. അവരടിമത്തത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര നിരാശയാണ്. ജീവിതത്തിൽ ഇനി മുന്നോട്ടൊരു പ്രത്യാശയ്ക്കുള്ള വകയില്ല. കാരണം അവരിങ്ങനെ ചിന്തിക്കുന്നത്, പിന്നെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ? കാരണം നെബൂഖദ്നേസർ അവരെ പിടിച്ച് കൊണ്ടുപോയി ആ ദേശത്തു നിന്നും ആ സ്ഥലത്തു നിന്നൊക്കെ അവരെ കൊണ്ടുപോയി അന്യദേശത്ത് അവർ താമസിക്കുകയാണ്. അവിടെ 70 വർഷക്കാലം അടിമകളായിട്ട് കഴിയുകയാണ്. അപ്പോൾ അവർ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി എല്ലാം തീർന്നു,
ഇനി പ്രത്യാശയ്ക്ക് വകയൊന്നുമില്ല. എന്താണ്? ഈ ബാബിലോണിൽ അടിമകളായിട്ട് ഇവിടെ ഞങ്ങളുടെ ജീവിതം തീരുകയാണ്. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, മുന്നോട്ട് നോക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഭയങ്കരമായ നിരാശയിലാണ്, ഇല്ലേ? പരാജയങ്ങളാണ്. ഇനി എന്ത്? ഒരു ഉത്തരവില്ല. അങ്ങനെ നിരാശപ്പെട്ട് ഒരു ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശയില്ലാതെ അങ്ങനെ ഇരിക്കുന്ന ജനത്തോട് ദൈവം യിരെമ്യാവിലൂടെ പറഞ്ഞ വാക്കാണ് ഇവിടെ പറഞ്ഞെന്നറിയുമോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് അറിയുന്നു. എന്താ അവിടെ കർത്താവ് പറഞ്ഞെന്നറിയാവോ? ആ കർത്താവ് പറഞ്ഞ കാര്യം നമ്മളതിനെ ഒന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ടാണ് താൻ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അവിടെ എന്താ പറയുന്നറിയാവോ? അവിടെ പറയുന്നത് ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, അല്ലേ? ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മളെക്കുറിച്ച്, അല്ലേ, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നു. ഇവർ ചിന്തിച്ചെന്നാന്നറിയാവോ? ദൈവം ഞങ്ങളെ മറന്നുപോയി. കാരണം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ അടിമത്തത്തിൽ കിടക്കുകയാണ്. ദൈവം ഞങ്ങളെ മറന്നതുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, ദൈവം ഒരു കാര്യം ചെയ്യത്തില്ല, ദൈവം പ്രവർത്തിക്കത്തില്ല, അങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെ യിരെമ്യാ പറയാണ്, ദൈവം നമ്മളെ ഓർക്കുന്നു എന്നുള്ള കാര്യം, ദൈവം നമ്മളെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം, അല്ലേ? എന്നിട്ടെന്താ പറയുന്നറിയോ? വാസ്തവത്തിൽ നാം എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ഓർക്കാറില്ല, അല്ലേ? നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നവരാണ്. പക്ഷെ ദൈവം നമ്മളെ ഓർക്കുന്നു എന്നുള്ള കാര്യം, നമ്മുടെ അവസ്ഥ അറിയുന്നു, നമ്മുടെ പ്രയാസം, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ സങ്കടം, നമ്മുടെ ആശങ്ക, നമ്മുടെ ഭാരം, അത് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, എൻ്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അല്ല, നമ്മൾ പറയും ഈ പപ്പയ്ക്ക്, ഈ അമ്മയ്ക്ക്, ഇല്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാകും. അപ്പോൾ നമുക്കും അങ്ങനെ തോന്നും. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, ആശങ്കകളൊക്കെ ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള പരിമിതി. പക്ഷേ ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ എന്തറിയാമോ? നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം. ഇനി ഓർക്കുക എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവം ചെയ്യുന്ന കാര്യം, ഗോഡ് ഫോർഗെറ്റ്സ് അവർ സിൻസ് ബട്ട് ഹി റിമെമ്പേഴ്സ് അസ്. ദൈവം നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ പാവങ്ങളെയും ക്ഷമിക്കുകയും നമ്മെ ഓർക്കുകയും ചെയ്യുന്നൊരു ദൈവം. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നമ്മളാണ് നേരെ തിരിച്ചാണ്. നമ്മൾ തിരിക്കുന്നതെന്നറിയാമോ? നമ്മൾ ആളുകളെ മറക്കും, അവരുടെ പരാജയങ്ങളെ ഓർക്കും. അങ്ങനെയാണ്, അല്ലേ? ആളുകളെ നമ്മൾ മറക്കും, എന്നിട്ട് ഓർത്തിരിക്കുന്നുണ്ടോ അവർ നമുക്ക് ദോഷത്തെ നമ്മൾ ഓർത്തിരിക്കും, ഇല്ലേ? നമ്മളെ വേദനിപ്പിച്ച ആളുകളെക്കുറിച്ച് ലിസ്റ്റ് എടുത്താൽ കൃത്യം നമുക്കറിയാം, ഇല്ലേ? അതെല്ലാം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ആളുകളെ മറന്നു. ദൈവം എന്താണെന്ന് പറയാം, ദൈവം നമ്മുടെ പരാജയങ്ങളെയൊക്കെ കാണുന്നവനാണ്, നമ്മളെ ഓർക്കുന്നവനായ ഒരു ദൈവമാണ് എന്നുള്ള കാര്യമാണ്, അല്ലേ? ഇനി അവിടെ പറയുന്നറിയാമോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുമ്പോൾ തിന്മയ്ക്കല്ല നന്മയ്ക്കല്ല എന്ന് പറയുന്നറിയാമോ? ദൈവം നമുക്കൊരു ശുഭഭാവി തരുന്ന ദൈവമാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങൾ പരാജയങ്ങളൊക്കെ വന്നാൽ ആത്യന്തികമായി വിജയിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരും പരാജയപ്പെട്ടു പോകാനായിട്ട് ആവശ്യമില്ല എന്നുള്ള കാര്യമില്ല. ദൈവം നമ്മെ ഓർക്കുകയും അത് നന്മയ്ക്കായിട്ട് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം പഴയ നിയമത്തിലെ യോസഫിൻ്റെ അനുഭവം, ഇല്ലേ? നിങ്ങളൊക്കെ നമുക്കറിയാവുന്ന യോസഫിൻ്റെ അനുഭവം, അല്ലേ?
വീട്ടിൽ വളരെ വിശ്വസ്തനായി നിന്നതുകൊണ്ട് എത്ര വലിയ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. എന്നിട്ട് താനിങ്ങനെ പോകുമ്പോൾ താൻ നന്മ ചെയ്ത പാനപാത്രവാഹകനോട് തൻ്റെ സ്വപ്നം വിശദീകരിച്ച് കൊടുത്തു. അവന് പദവി കിട്ടി. പക്ഷേ അവിടെ ഒരു പ്രസ്താവന പറയുന്നതെന്നറിയാമോ? പിന്നെ 40-23 വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 40-23, ഞാൻ ആ ജോസഫിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ എന്നെ വളരെ സഹിക്കിയ ഒരു കാര്യമുണ്ട്. എങ്കിലും പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തില്ല എന്നൊക്കെ ഇല്ലേ. 40-ാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇവൻ വലിയ നന്മ ചെയ്ത ജോസഫിനെ പാനപാത്രവാഹകൻ ഓർത്തില്ല. പക്ഷെ 41-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്നറിയാമോ? ജോസഫിനെ ഓർത്ത ഒരു ദൈവത്തെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ നമ്മളെ മറന്നു പോകാം, നമ്മൾ ചെയ്ത നന്മ മറന്നു പോകാം, ഇല്ലേ? ആളുകൾ നമ്മളെ അവഗണിച്ചെന്നിരിക്കാം, ഒക്കെ സത്യമാണ്. പക്ഷേ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട്. തന്നെയല്ല, നമ്മുടെ ഏറ്റവും വലിയ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ ശുഭഭാവിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നൊരു കാര്യം. ദൈവത്തിന് നമ്മുടെ പരിമിതികളെ അറിയാം. അതുപോലെ തന്നെ ദൈവം നമ്മുടെ പരാജയങ്ങളെയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല. തന്നെയല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വെറുതെ ഈ ലോകത്ത് ഇങ്ങനെ സൃഷ്ടിച്ച് കുറേ മനുഷ്യരെ ഇങ്ങനെ അങ്ങ് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നതല്ല. അങ്ങനെയല്ല. ദൈവത്തിന് എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ചോളം, ഗോഡ് ഹാസ് എ പ്ലാൻ, അല്ലേ? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് ഇവിടെ. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛികമാണ്. ദൈവത്തിന് യാദൃച്ഛികത എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം നിങ്ങൾ ഓർക്കേണ്ടതെന്നറിയാമോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളതായ ഒരു കാര്യം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിവർത്തിക്കുവാനുള്ള കഴിവും സാധ്യതയും ശക്തിയുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിവിടെ ഇങ്ങനെ യാദൃച്ഛിക ഇങ്ങനെയല്ലേ നമ്മൾ ഈ ബിഗ് ബാങ് തിയറി പോലെ ഒരു പൊട്ടിത്തെറിയിലുണ്ടായ ആളുകളൊന്നും അല്ല കേട്ടോ നമ്മളൊക്കെ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് ഏറ്റവും നിവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അത് ഏറ്റവും നന്മയ്ക്കായിട്ട് ചെയ്യുന്നൊരു ദൈവമാണ്. നമ്മൾ പറയാറുള്ളല്ലോ, ഈ റോമാലേഖനം 8:28 പറഞ്ഞില്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ നിർണയപ്രകാരം ഇല്ലേ വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് എന്ന് പറയുന്നറിയോ. ദൈവം നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളാകട്ടെ കുറവുകളാകട്ടെ എല്ലാം ഉണ്ടല്ലോ, ആത്യന്തികമായിട്ടൊരു നല്ല ഭാവി നമുക്ക് ഉണ്ട്. ഞാൻ ആദ്യത്തെ സെഷനിൽ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം ഇതാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകാം കേട്ടോ, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു പരാജയവും ആത്യന്തികമല്ല. ഇങ്ങനെ പറയാലേ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. എൻ്റെ പാട്ട് കേട്ടില്ലേ? അല്ലേ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു പരാജയങ്ങളും ഇല്ലേ. നിങ്ങൾ ഒരു മാത്സിൽ ഇച്ചിരി പുറകോട്ട് പോയി എന്നോർത്തോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമൊന്നുമല്ല. നിങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തികം കുറഞ്ഞെന്നോർത്തുകൊണ്ട് നിങ്ങൾ പരാജയമൊന്നുമല്ല. നിങ്ങൾക്കൊരു ചെറിയ വീടേ ഉള്ളെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ പരാജയങ്ങളല്ല. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെന്നോർത്ത് നിങ്ങൾ പരാജയങ്ങളല്ല. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശം. ദൈവം നിങ്ങളിലൂടെ ചെയ്തു തീർക്കുവാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിവർത്തിക്കുവാൻ ആവശ്യമായ എല്ലാ കഴിവുകളോടും കൂടിയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്ത് കഴിവില്ലാത്ത ആരുമില്ല. നിങ്ങൾ പിന്നെ ഈ നിക്ക് വുച്ചി ഇല്ലേ, ഒരു കേട്ടിട്ടില്ലേ? ഒരാളെ കൈയും കാലും ഇല്ലേ, പുള്ളി ലോകം മുഴുവൻ അല്ലേ. ആ കുട്ടി ജനിച്ച സന്ദർഭത്തിൽ നിങ്ങളതിൻ്റെ വീഡിയോ കാണണം അല്ലേ. പിന്നെ കൈയുമില്ല കാലുമില്ല ഇല്ലേ, ഇങ്ങനെ ഇതായിട്ടുള്ള. പക്ഷേ ഇന്ന് ലോകം മുഴുവനെ അല്ലേ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് ആസ്ട്രേലിയൻ മിഷണറി ഇവാഞ്ചലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നിക്ക്. പിന്നെ അത് ആ കുട്ടി ജനിച്ച സന്ദർഭത്തിൽ അവൻ്റെ മാതാപിതാക്കൾ വളരെ നിരാശരായിരുന്നു ഇല്ലേ.
ആറ്റ് നോറ്റ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് കയ്യുമില്ല കാലുമില്ല ഒന്നും. എന്തോ ഒരു അവസ്ഥയായിരിക്കും ആ മാതാപിതാക്കളുടെ അല്ലേ. ആ കുട്ടിയും അവൻ തന്നെ ആയാലും മരിച്ചു പോയാൽ മതിയെന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തെ മാറ്റി എന്നറിയാവോ, അവൻ കർത്താവിനെ കണ്ടുമുട്ടി എന്നുള്ള കാര്യമാണ്. കർത്താവിനെ കണ്ടുമുട്ടിയത്. ആ സമയം കർത്താവിനെ കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ അവൻ മരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ മാതാപിതാക്കൾ അവനെ കൊല്ലും. പക്ഷെ ഇന്ന് നോക്കിയേ, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം എന്നു കഴിഞ്ഞാൽ ഇല്ലേ, പിന്നെ കമ്പ്യൂട്ടർ ഇതെല്ലാം വർക്ക് ചെയ്യുന്നൊക്കെ കണ്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, സൈറ്റിൽ പോയാൽ കിട്ടും. ഇതൊക്കെ എത്ര ഭയങ്കര ടച്ചിങ്ങാണെന്നറിയാമോ? അതെന്താ കാണിക്കുന്നറിയാവോ? നമ്മൾ പരാജയം അല്ലെ. ചില സന്ദർഭത്തിൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ സൃഷ്ടിക്കുന്നു അല്ലേ? ദൈവത്തിന് വളരെ ഭയങ്കര ആരോഗ്യവന്മാരായി ഭയങ്കര ഇതായിട്ടൊക്കെ സൃഷ്ടിച്ചാൽ മനുഷ്യൻ്റെ പാവനിമിത്തമായിട്ടാണ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്, സത്യമാണ്. പക്ഷേ ആ മനുഷ്യൻ പോലും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് തീർന്നിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല. നമുക്ക് എല്ലാവർക്കും എല്ലാം ആയിത്തീരാനായിട്ട് വരില്ല. എനിക്ക് മറ്റൊരാളാകാൻ പറ്റില്ല, പക്ഷേ എന്നെപ്പോലെ വേറൊരാൾ ലോകത്ത് ഇല്ല എന്നുള്ള കാര്യം. ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ടീച്ചേഴ്സോ അവരൊക്കെ എന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കുറിച്ച് പല ധാരണകളും. എനിക്കറിയാവുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാര്യം അറിയാം. ആ വിദ്യാർത്ഥിയെക്കുറിച്ച് എൻ്റെ ടീച്ചർ പറഞ്ഞു, പിന്നെ ഇവനെ ജയിക്കാൻ പോകുന്നില്ല, ഇവനെ വെച്ചാൽ പഠിക്കാനായിട്ട് ഒരു കഴിവില്ലാത്തതാണ്, ഇവൻ എന്തിനാണ് ഈ കമ്പ്യൂട്ടർ ഫീൽഡ് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്നിനും കൊള്ളില്ലാത്തൊരു ഇതായിട്ടാണ് ആ കൊച്ചു വേറെ വല്ലതും പഠിച്ചാൽ മതി എന്ന്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവൻ ഏറ്റവും എക്സ്പേർട്ടായിട്ട് ഇല്ലേ, ആ ടീച്ചർ ഇപ്പോഴും എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ടീച്ചറായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആ വിദ്യാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ്, ആ ടീച്ചറിനെ പോലും ചിന്തിക്കാൻ മേലാത്ത വിധത്തിൽ ആയത്. ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ തെറ്റിപ്പോകാം, പക്ഷെ ദൈവത്തിനൊരിക്കലും തെറ്റുകയില്ല എന്നുള്ള കാര്യമാണ് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ കാണുവാനായിട്ട്. നിത്യതയുടെ വെളിച്ചത്തിൽ വേണം. കാരണം നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ ജീവിച്ചങ്ങ് പോകാൻ വേണ്ടിയിട്ടുള്ളവരല്ല, മറിച്ച് ഒരു നിത്യമായ ജീവിതത്തിന് ഉടമകളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യമാണ് അല്ലേ. അതുകൊണ്ട് ചെറിയ ചെറിയ പരാജയങ്ങളിൽ, അതുപോലെ ഈ നമ്മളീ പരാജയങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഡോണ്ട് ലീവ് ഓൺ ദ പാസ്റ്റ് ഫെയിലിയേഴ്സ് എന്ന് പറയും. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളിൽ നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ ജീവിക്കരുത് അല്ലേ. അയ്യോ എനിക്ക് അങ്ങനെ കഴിഞ്ഞില്ല, അങ്ങനെ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ കാല പരാജയങ്ങളിൽ നമ്മൾ ജീവിക്കരുത്. മുന്നോട്ട് നമ്മൾ പോകേണ്ടത് ആവശ്യമാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഇല്ലേ. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാനും നമുക്ക് പറ്റില്ല. ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്തതായിരിക്കും ഇല്ലേ. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ ലിമിറ്റഡ് ബീയിങ് ആണ്, നമുക്ക് പരിമിതിയുള്ള മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് എല്ലാമായി തീരാനായിട്ട് കഴിയുകയില്ല, പക്ഷെ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഇതിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇതൊന്നും നിങ്ങളുടെ പ്രശ്നങ്ങളല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും. എന്താ പറയാൻ പറ്റുമെന്നറിയാവോ? നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ സ്നേഹിതർ ഇല്ലേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു സഹപാഠി, ഒരു സുഹൃത്ത്, അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെയൊക്കെ പോയ സന്ദർഭത്തിൽ അവൻ എന്നോട് ഇങ്ങനെ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിതെല്ലാം ഇങ്ങനെ കുറേ കേട്ടിരുന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അവനത് സൂയിസൈഡ് ചെയ്തു. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോൾ. ഞാൻ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടല്ലോ, നമുക്ക് വലിയ ശുശ്രൂഷയുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ സഹപാഠികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോട് ഒരു കാര്യം പറയാൻ വരുന്നറിയാവോ? ഒരു പരാജയങ്ങളും ആത്യന്തികമല്ല, നിനക്ക് വിജയിക്കുവാനായിട്ട് കഴിയും.
നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഈ മേഖലയിൽ പരാജയപ്പെട്ട് അടുത്ത മേഖലയിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ആ വാക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പവർഫുള്ളാണ്. ആ വാക്ക് ഭയങ്കര പവർഫുൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റൊരാൾക്ക്, കാരണം ദൈവം നമ്മളെ ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നതെന്നറിയാവോ, ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ടാണ്, ചില മനുഷ്യരെ ധൈര്യപ്പെടുത്തുവാനായിട്ടാണ്. അല്ലേ? നിങ്ങൾക്ക് കഴിയും, നിനക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നൊരു വാക്ക് പറയാനായിട്ട് കഴിയും. അല്ലേ? അല്ല നമുക്ക് പറയാനായിട്ട് വരുന്നറിയോ, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ സഹായിക്കും, ദൈവം ശക്തീകരിക്കും. ആ വാക്കൊരു ഭയങ്കര പവർഫുള്ളാണ്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.